welcome to yet another video. So today's video is all about Eid day. അങ്ങനെ പെരുന്നാളിൻ്റെ ദിവസം രാവിലെ തന്നെ എണീച്ച് ഫ്രഷ് അപ്പ് കഴിഞ്ഞ ശേഷം നേരെ കിച്ചണിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം നല്ല അടിപൊളി ബിരിയാണിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട്. സോ ഈ ഒരു പുഡിങ് ഞാൻ ഓൾറെഡി തലേന്ന് രാത്രി ഉണ്ടാക്കി വെച്ചതാണ്. കാരണം പുഡിംഗ് ഒക്കെ സെറ്റ് ആവാൻ വേണ്ടി കുറച്ചധികം ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ തലേന്ന് രാത്രി ഉണ്ടാക്കി വെച്ചു. പിന്നെ രാവിലെ എണീച്ചിട്ട് അതിൽ കുറച്ച് ഡെക്കറേഷൻ പണികളും പിന്നെ കുറച്ച് ചില്ലറ പണികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു പുഡിങ്ങിൽ. സോ ഞാനത് വേഗം ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സാധനം സെറ്റ് ആവാൻ വേണ്ടി വെച്ചു. അങ്ങനെ ഞാനും ഉമ്മയും കൂടി ബിരിയാണി സെറ്റാക്കാനുള്ള പരിപാടീസ് സ്റ്റാർട്ട് ചെയ്തു. ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതാണ് ഇന്നത്തെ സ്പെഷ്യൽ. എനിക്ക് എല്ലാ ബിരിയാണിനെയും കാട്ടി കൂടുതൽ ഇഷ്ടം ചിക്കൻ ബിരിയാണിയാണ്. സോ ഞാൻ ഉമ്മാനോട് പറഞ്ഞു ചിക്കൻ ബിരിയാണി തന്നെ വെക്കണമെന്ന്. അങ്ങനെ ചിക്കൻ ബിരിയാണിൻ്റെ പ്രിപ്പറേഷൻസ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ കോഫി ഉണ്ടാക്കി. സോ രാവിലെ എണീച്ചിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം കോഫി ഉണ്ടാക്കി. അപ്പോൾ കോഫിയും നല്ല ചൂട് പഴംപൊരിയാണ് രാവിലെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. വേറെ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്പ്പത്തിൽ കോഴി വറുത്തത് അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം വിചാരിച്ചു പഴംപൊരിയും ചായയൊക്കെ കുടിക്കാമെന്ന്. അതുകൊണ്ട് രാവിലെ വേറെ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടി വേഗം തന്നെ ചടപടയെന്ന് പറഞ്ഞിട്ട് പഴം കൂടി പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഴംപൊരിയും കോഫിയും കൂടി കുടിച്ചു. എന്താണെന്ന് അറിയില്ല, എല്ലാ പെരുന്നാൾക്കും നമ്മളെപ്പോഴും കുറച്ച് ലേറ്റ് ആവാറുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യമെങ്കിലും കുറച്ച് നേരത്തെ റെഡി ആവണം എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ എണീച്ച് എല്ലാ ഫുഡിൻ്റെ പ്രിപ്പറേഷൻസും നമ്മൾ ചടപടയെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണിക്ക് കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മധുരം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പുഡിങ് സെറ്റാക്കിയത്. അപ്പോൾ വിചാരിച്ച് കസ്റ്റാർഡ് കൂടി സെറ്റാക്കാണ്. കാരണം എല്ലാ പെരുന്നാൾക്കും ഇവിടെ കസ്റ്റാർഡ് ഉണ്ടാവാറുണ്ട്. സോ തലേന്ന് രാത്രി തന്നെ ഞാൻ കസ്റ്റാർഡ് കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എണീച്ചിട്ടാണ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മുറിച്ച് സെറ്റാക്കുന്നത്. അങ്ങനെ ബിരിയാണിക്ക് വേണ്ട പ്രിപ്പറേഷൻസ് ഏകദേശം സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ചിക്കൻ പൊരിക്കുന്നത്. അപ്പോൾ ചിക്കൻ പൊരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഞാൻ 2-3 എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ഫുഡാണെങ്കിലും ഇതുപോലെ ചുടുന്ന സമയത്തിന് എടുത്ത് കഴിക്കാൻ വേണ്ടി ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നേരെ കസ്റ്റാർഡ് സെറ്റാക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. കസ്റ്റാർഡ് ഓൾറെഡി ഫ്രിഡ്ജിൽ സെറ്റായിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യണം, ആ ഒരു പണി മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വേഗം കട്ട് ചെയ്ത് വെച്ച് ഫ്രൂട്ട്സൊക്കെ അതിലേക്ക് ഇട്ടു. പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് ബിരിയാണി ദമ്മിടാന്നുള്ള പരിപാടിയാണ്. അത് ഉമ്മ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി ബാക്കിയുള്ള പണികളൊക്കെ വേഗം ചെയ്ത് തീർത്തു. എത്ര കഴിച്ചാലും മതി വരാത്ത ഫുഡാണ് ബിരിയാണി എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് തന്നെ ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയതിനു ശേഷം ഞാൻ വേഗം എൻ്റെ ഔട്ട്ഫിറ്റ് സെറ്റാക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഔട്ട്ഫിറ്റും ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു റീൽസായി പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും എടുത്ത് അങ്ങനെ റെഡി ആയി കഴിയുമ്പോഴത്തേക്ക് ഇടയാൻ്റെ കഴിയുമ്പോൾ നമുക്ക് പെരുന്നാൾ പൈസയൊക്കെ കിട്ടി. പിന്നെ ഈ ഒരു ഡ്രസ്സിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഈ ഒരു ഡ്രസ്സ് ഇപ്പോൾ എക്സ്ട്രാ വാങ്ങി തന്നതാണ്. അപ്പോൾ അതിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് മൂത്തമ്മാൻ്റെ വീട്ടിലൊക്കെ പോയി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പുഡിങ് ഒറ്റക്ക് ഉണ്ടാക്കുന്നത്. പൊതുവേ ഉമ്മ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യാറാണ് പതിവ്. സോ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ കുറേ ആയിട്ട് ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടുണ്ടായതാണ് ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി. ഞാൻ അങ്ങനെ ട്രൈ ചെയ്തതാണ്. നോമ്പിന് പൊതുവേ നമ്മൾ എണ്ണക്കടികളൊക്കെയാണല്ലോ അധികം ഉണ്ടാക്കാറ്. അപ്പോൾ എന്തായാലും നോമ്പ് കഴിഞ്ഞിട്ട് പെരുന്നാൾ ഉണ്ടാവും. സോ പെരുന്നാൾ ഡേ ഈ ഒരു പുഡിങ് എന്തായിട്ട് ഉണ്ടാക്കണം ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. നല്ല അടിപൊളിയാണ്, ഒരു മസ്റ്റ് ഐറ്റം തന്നെയാണ് ഗൈസ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം വേഗം പോയി സെക്കൻഡ് ഔട്ട്ഫിറ്റ് ഇട്ട് റെഡിയായി. ഞാനും അനിയത്തി റെഡിയായി മൂത്തമ്മാൻ്റെ വീട്ടിലും. പിന്നെ നമ്മൾ അയൽവാസിയിലൊക്കെ ജസ്റ്റ് കയറി ഇറങ്ങി. ഇതിനും നമ്മളിങ്ങനെ എല്ലാ വീട്ടിലും പോകാറുണ്ട്, ജസ്റ്റ് എല്ലാവരെയും കാണാനും സംസാരിക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ നേരെ വീട്ടിലേക്ക് വന്ന് ബിരിയാണിയും ചിക്കൻ മരിച്ചിയും സാലഡൊക്കെ എടുത്ത് സെറ്റായിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നത്. എന്താണെന്നറിയില്ല, ഇത് ഭയങ്കര ചൂടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ ആദ്യം ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ടാണ് ഉപ്പാൻ്റെ വീട്ടിലേക്കൊക്കെ പോകുന്നത്. സോ ഉപ്പാൻ്റെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകാനുണ്ടായിരുന്നു. എല്ലാ പെരുന്നാളും പോലെ തന്നെ ഈ പ്രാവശ്യത്തെ ഈദും പ്രത്യേകിച്ച് വലിയ പരിപാടീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബിരിയാണി ഉണ്ടാക്കുക, കഴിക്കുക, ഉപ്പാൻ്റെ വീട്ടിൽ പോവുക, കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോവുക, ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഈദ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാനും അനിയനും അനിയത്തിയും ഉമ്മയും കൂടിയിട്ടാണ് നേരെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ പോയി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഫാമിലിൻ്റെ കൂടെ. അപ്പോൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി നേരെ ഉപ്പാൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉപ്പാൻ്റെ വീട്ടിൽ പോയി മൂത്തമ്മാനെയും എല്ലാവരെയും കണ്ടു. നമുക്ക് പെരുന്നാൾ പൈസയൊക്കെ കിട്ടാറുണ്ട്. സോ പെരുന്നാൾ പൈസയൊക്കെ തന്നു മൂത്തമ്മ. പണ്ട് ചെറുപ്പത്തിൽ നമ്മളെല്ലാവരും അയൽവാസിത്തെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പെരുന്നാൾ പൈസ കിട്ടും. ഇപ്പോൾ പിന്നെ വലുതായതുകൊണ്ട് അങ്ങനെ പൈസയൊന്നും കിട്ടാറില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് പായസം കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പായസം കാര്യങ്ങളൊക്കെ കുടിച്ച് ഔട്ട്ഫിറ്റൊക്കെയാണ് ഗൈസ് ഇതെൻ്റെ. ഇതായിരുന്നു എൻ്റെ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് ലുക്ക്. സോ ഇപ്രാവശ്യം ചുരിദാറാണ് ഗൈസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ എൻ്റെ കുറച്ച് പ്രഹസനങ്ങളാണ് ഗൈസ്. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് കസിൻ്റെ വീട്ടിലേക്കാണ്. പക്ഷെ അവിടെ അവരുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈദ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഗൈസ് ഉണ്ടായിരുന്നത്.